ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ജോലിക്ക് പോയിട്ടുണ്ടായില്ല, കാരണം എനിക്ക് പനിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ശരിക്കും എന്തിനാണ് ക്യാമറ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതെന്ന്. പക്ഷെ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായി, എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള നല്ലൊരു മൊമെൻറ്റിനെ കുറിച്ച് പറയാമെന്ന്. ആക്ച്വലി ഞാൻ ഇത് പറയുന്നതിന് മുന്നേ മൊമെൻറ്റ് ഓർക്കണ കൂട്ടത്തിൽ എനിക്ക് ഓർത്തപ്പോൾ എനിക്ക് കുറച്ച് സങ്കടമായി. അതാണ് ഞാൻ ഇങ്ങനെ ചത്തിരിക്കുന്നത്. ഞാൻ പറയാം. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയാം, ഗേൾസിനെ സംബന്ധിച്ച് ഒരു ഏജ് എത്തിക്കഴിയുമ്പോൾ എവിടുന്നെങ്കിലും ഒരു ഫിസിക്കൽ ഒരു മോശം അനുഭവം ഉണ്ടാവും. അപ്പോൾ അതിപ്പോൾ എവിടെ നിന്ന് ക്ലോസ് ആയിട്ടുള്ളവരുടെ അടുത്ത് നിന്നായിരിക്കാം, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ അങ്കിളുമാരായിരിക്കാം, അങ്ങനെയുള്ളവരുടെ അടുത്ത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ ഇങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് മോശമായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കാൻ നോക്കി. പക്ഷേ ഉപദ്രവിച്ചില്ല, ഞാൻ അവിടെ നിന്ന് പോന്നു. അപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായ സമയത്ത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് വീട്ടിൽ പറയാനുള്ളൊരു കറേജ് ഉണ്ടായില്ല, എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു. ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ കുറച്ച് പേര് എനിക്ക് ചോദിച്ചു, നീ അവിടെ പോയോണ്ടല്ലേ എന്നൊരു ചോദ്യം എനിക്ക് തന്നെ. ആളുടെ വീട്ടിലായിരുന്നു, അവിടെ പോയോണ്ടല്ലേ എന്ന് ചോദ്യം തന്നു. ആ സമയത്ത് ഞാനിത് 1-2 ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്താണ് ഞാൻ പറഞ്ഞത്. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് തല്ലണം എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഇപ്പോൾ കേൾക്കുമ്പോൾ എനിക്കറിയാം. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് തല്ലണം എന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ മകളുടെ അതേ പ്രായമാണ്, എനിക്ക് സെയിം ഏജാണ്, എനിക്കൊന്ന് 17 വയസ്സേ ഉള്ളൂ. അപ്പോൾ എനിക്കൊന്നും തോന്നുന്നു എനിക്ക് ചോദിക്കാൻ എനിക്കൊന്ന് തല്ലണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇത് പറയുമ്പോൾ പോലും എനിക്ക് അവനത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. അവൻ പറഞ്ഞു എവിടെയാ വരണ്ടേ, എപ്പോഴാണ് വരണ്ടേന്ന് ചോദിച്ചു. അവൻ എന്നെക്കുറിച്ചത് ഞാൻ വേറൊരു ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എനിക്ക് തല്ലണം എന്ന് പറഞ്ഞപ്പോൾ ആൾ വിളിച്ചിട്ട് പറയാ എവിടെയാ വരണ്ടേ, എപ്പോഴാന്ന് പറഞ്ഞു. എന്നിട്ട് അത് കേട്ടപ്പോൾ എനിക്കുണ്ടായ ഒരു ഇതെന്നുണ്ടല്ലോ. അപ്പോൾ ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ്, ക്ഷമിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഇത്. അപ്പോൾ എനിക്ക് അന്നുണ്ട് ഇങ്ങനെ ഒരാളെങ്കിലും ഉപദ്രവിക്കാൻ നോക്കിയ സമയത്ത്, അതും അപ്പൻ്റെ പ്രായമുള്ള ഒരാൾ ഉപദ്രവിക്കാൻ നോക്കിയ സമയത്ത്, നമ്മൾ അത്രയും തകർന്നിരിക്കുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ വന്നിട്ട് പറയാമെന്ന് പറയുമ്പോൾ അത് ചില്ലറയൊന്നുമല്ല, നിസ്സാരമൊന്നുമല്ല. എന്നിട്ട് ഞാൻ അവിടെ ചെന്നു. സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ ആളെ വിളിച്ചവനും വന്നു. എന്നിട്ട് ഞങ്ങൾ ചെന്നു. ആ ടൈമിൽ അത് ഒരു നോമ്പ് ടൈമാണ്. അപ്പം അവൻ നോമ്പ് പിടിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ തല്ലാൻ പോയത് അതിലും വലിയ കോമഡിയാണ്. ഞങ്ങൾ ചെന്ന് ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് നിന്ന് ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അപ്പുറമാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായത്. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ അവിടെ പോയി നടന്നിട്ടാണ് ഞങ്ങൾ ചോദിക്കാൻ പോയത്. അങ്ങനെ വേറെ ഒരു ഇതാണത് പറയണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ പറയാം, കാരണം ഇത് ഓൾറെഡി ലോങ് ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായ സമയത്ത് അന്നാരും ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് ഇറങ്ങി വന്ന ആളാണ് എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫിൽ എപ്പോഴും സ്പെഷ്യലാണ്. ഞാൻ എന്തോരം താങ്ക്ഫുള്ളാന്ന് പറയാം. ഞാൻ ഒരുപാട് എന്നൊന്നും നമ്മൾ മെസ്സേജ് അയക്കുന്നില്ല, നമ്മൾ മാസത്തിൽ ഒരിക്കലും വല്ല മെസ്സേജ് അയച്ചു. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്ത ആളെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ആ ഒരു മൊമെൻറ്റ് ഞാൻ ഒരിക്കലും മറക്കാൻ പോലും പോയില്ല. കാരണം നമുക്ക് അങ്ങനെ ഉണ്ടായ സമയത്ത് നമുക്ക് ഫാമിലി പറയാൻ പറ്റില്ല, കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങളായാലും നിങ്ങളുടെ സിബ്ലിങ്സ്, നിങ്ങൾക്ക് ചേച്ചിയോ അനിയനോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഓക്കെ ആണോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ നിങ്ങളൊന്ന് ചോദിക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആളെൻ്റെ ലൈഫിൽ ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ഈ വീഡിയോ ഫുൾ എനിക്ക് ഇൻസ്റ്റ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ടൈം ലിമിറ്റും കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഞാൻ ഇതെന്തായാലും ഇടാൻ പറ്റുന്ന അത്രയും ഭാഗം ഞാൻ ഇൻസ്റ്റ ഇട്ടേക്കാം. ബാക്കി ഇത് യൂട്യൂബിലിടാം, അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. ഞാൻ കട്ടൊന്നും ചെയ്തിട്ടില്ല, ഞാൻ സിമ്പിളായിട്ട് ഫുള്ള് പറഞ്ഞു പോകുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് എന്നിപ്പോൾ നിന്ന് ആളെനിക്ക് എന്തോ ഒരു സ്പെഷ്യലാണെന്നുണ്ടെങ്കിൽ എനിക്കിത് പറയാൻ പോലും എനിക്കറിയത്തില്ല. കാരണം ആളത്രയും എനിക്ക് ഭയങ്കര കാര്യമാണ് എനിക്ക് ആളെ. സോ ആൾ ഭയങ്കര എന്താ പറയുക, ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഒന്നും ചിന്തിക്കണം. നോമ്പ് പിടിച്ചിരിക്കുന്ന അവൻ നോമ്പ് പിടിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. എന്നിട്ട് ഒരാളെ തല്ല എൻ്റെ ഒപ്പം എന്ന് പറയുമ്പോൾ ഹീസ് എ ജെം ബ്രോ. ലൈക്ക് ഐ എം സോ ലക്കി ടു ഹാവ് ഫ്രണ്ട്സ് ലൈക്ക് ദം. സീരിയസ്ലി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.